ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് ചീരയും മുട്ടയും കൂടി ചേർത്ത് ഒരു തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ദേ ഇവിടെ ചീര ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് അധികം മൂക്കാത്ത ചീരയാണ് കേട്ടോ. അതിതുപോലെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ഒരു ഉള്ളിയുമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇതിനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുണ്ടല്ലോ അധികം മൂപ്പാവാത്ത ചീരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ തണ്ട് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ചീരയൊക്കെ നല്ല പോലെ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് പാകത്തിനായി കിട്ടും. ഇതിപ്പോൾ പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ചീരയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, മുട്ട ഈ ഒരു പാകത്തിലേക്ക് ആകുമ്പോഴേക്കും നമുക്ക് ചീരയും അതുപോലെ മുട്ടയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് എരിവിനായിട്ട് കുരുമുളകും അതുപോലെ തന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് കേട്ടോ ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ചീരയും മുട്ടയും കൂടി ചേർത്ത് തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.